ഞാൻ ഫസ്റ്റ് തന്നെ ടയർ അടിച്ച് വിടാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലായി അവനാണെന്ന്. മനസ്സിലായ? എടാ അവന്മാര് പലറ്റോ ഗരാജ് 4 വണ്ടി പിറ്റിങ് നമ്മള്. അറിയാട്ടോ സ്നേഹിതേ, അറിയായിരുന്നു. ഞാനൊരു സിവിലിയൻ വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. പലേറ്റ ഗരാജിന്റെ ഇവിടെ ഫൈറ്റ് ആയി. സ്നൈപ്പേ, നീ പെട്രോൾ അടിക്കാന്ന് അവർക്ക് കറക്റ്റ് അറിയായിരുന്നു. മനസ്സിലായ? അതാണ് കറക്റ്റ് വന്നത്. നിങ്ങൾ ഈ പിക്ക് ചെയ്യണതെന്ന് നിർത്തിട്ട് ആരെങ്കിലൊക്കെ സപ്പോർട്ട് 4 വണ്ടി താഴേക്ക് പോണ്ട. ഇത് ഇങ്ങനെ വെച്ചുപിടിച്ച് പോയാണ്. അവന്മാർക്ക് സ്പീഡില്ല വണ്ടിക്ക് അല്ലേ? ഓഫ് റോഡ് പോയ സ്പീഡ് കുറവാണ്. ഇനി റൈറ്റ് എടുക്ക. എടാ നിങ്ങൾ എവിടെ എത്തിയെന്ന് പറ. നമ്മളിവിടെ ലംബർ ജാക്കില്ലടാ. ലംബർ ജാക്കിന്റെ ഇവിടുത്തെ ഈ റോഡ്. ഓക്കെ. വണ്ടി അപ്പല്ലേ നിങ്ങളുടെ? എടാ ഇവിടെ ഞാൻ പിന്നിടുന്ന കണ്ട. ഇവിടെ ഉണ്ട്. അവന്മാരുണ്ട്, നമ്മളുണ്ട്. വാ കണ്ട ഇറങ്ങി സ്നൈപ്പ് ഒന്ന് വണ്ടി എടുത്ത കുണ്ണേ. അണ്ണൊന്ന് വെയിറ്റ് ചെയ്യോ? ഒരു ഒറ്റ മിനിറ്റ് അടി പൊട്ടി അമ്മമാരെ ഇറങ്ങി. കേറാൻ പറ്റൂല. പറ്റും. ഞാൻ കേറി. ഒറ്റക്ക് വണ്ടിയില്ല അവിടെ. സ്നൈപ്പ് ഇത് നീ എന്നെ കൊലക്കി കൊടുക്കും. നീ കൊലക്കി കൊടുക്കും സ്നൈപ്പ് നീ എന്നെ. എടാ അവിടെ ഇറങ്ങി നിക്ക്. കളിക്കല്ലേ, വെയിറ്റ് ചെയ്യും. തിരിച്ചു കയറി. ഇനി എന്ത് വണ്ടിയില് ടയറും ഇല്ല, ഫുഡും ഇല്ല. ടയറില്ലാത്ത വണ്ടി കൊണ്ടാണോ അതിന് ഓടിക്കാൻ നമുക്ക്? എടാ റോട്ടിൽ വന്നേ. നിങ്ങളെ റോട്ടിൽ വന്നേ. ഞാൻ റിപ്പയറിന് വേണ്ടി ഉണ്ട്. ബട്ട് എനിക്ക് കയ്യില് പൈസ ഇല്ല റിപ്പയർ ചെയ്യണമെന്ന്. എടാ വണ്ടി വളയുന്നില്ല. അപ്പൊ ഞാൻ ചത്തത്. കത്തിക്കാനാ? എടാ വണ്ടി ഓടിച്ചത് സ്നൈപ്പായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ടെൻഷനിലാണ് ചാവോ ഇല്ലയോ എന്നുള്ളത്. ജസ്റ്റ് മിസ്സിനാണ് പോയത്. അത് ഇവൻ റിപ്പയർ ചെയ്യില്ലേ? നിങ്ങളും ബാക്കിയുള്ള വണ്ടി മാറ്റി വണ്ടി റിപ്പയർ ഇത്ര ടൈം ഇവിടെ ഫൈറ്റ് ആയി അടിക്കണേ. ഗരാജിന്റെ മണ്ട കേറ്. ഞാനത് ബാക്കില് ആ വണ്ടിയുടെ ബാക്കില് ഓട് കണ്ട വഴി ഓടറാ. ഞാൻ കയറിയടിക്കാണ് ഇവിടേക്ക്. റിഫ്രഷ് ആവണല്ലടാ. അടിച്ചാ വരെ. എടാ ഞാൻ റേഡിയോ ഒന്ന് പോയടാ. എനിക്ക് റേഡിയോ കോളൊന്നും കേൾക്കണില്ല. ബാക്കില് വാ എടാ ഈ
മാർക്ക് പോവാ ഈ മാർക്ക് വരാവോ എവിടെയാ മാർക്കി മാർക്ക് അവിടെ ഇനി ആള് ബാ ഞാനാണേ വെള്ള പിന്നിയെ ഓക്കെ 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 ചൂടാണ് നൈസറല്ലോ നൈസ് പണ്ടോ അതേടാ ഇവിടെ ഈ മാർക്ക് ആ ഓക്കെ ഓക്കെ വരുന്നു വരുന്നു എന്തിന് പറക്കി റേഡിയോ ആയിട്ട് അത്ര കടി അങ്ങ് എടുത്തല്ലേ അവിടെ ആൾക്കാരോട് നോക്കിയേ വെയിറ്റ് ഇവന്മാരെ ഓരോരുത്തരങ്ങ് എടുത്തേ ഒരുത്തനെ ഹോസ്റ്റേജും ആക്കാം വെയിറ്റ് ആക്കി എടാ ഇവിടെ 2 കോടി ഉണ്ട് വലിയ കടിയാണ് കേട്ടോ ഉമാർക്ക് ചില്ലറ കടിയല്ല ആളുണ്ടോ ഇവിടെ 2 കോടി ആ ബോഡിയൊക്കെ എടുത്തിട്ടോ പറ്റും മോനെ എന്താണ് മോനെ ഇത് ശരിയാണോ ഇത് ഇതൊക്കെ തെറ്റല്ലേ പ്ലാനൊക്കെ കാണുന്നത് കറക്റ്റ് നമ്മള് പെട്രോൾ അടിക്കുമ്പോ നമ്മുടെ ബോഡി എടുത്തേ ഇവിടെ പിള്ളേരങ്ങ് അടിച്ചു കഴിച്ചു അതിന്റെ ഇടയിൽ എന്റെ റേഡിയോ പോയി എനിക്ക് വീലടിക്കേണ്ട വന്നു ഇല്ല ഹോസ്റ്റേജ് വേണം ഒരാള് ഹോസ്റ്റേജ് നമ്മുടെ പൊങ്ങിയാ മതി ഒരുത്തനെ മാത്രം മാറ്റിട്ടാ വില്ലു ഒരുത്തനെ വല്ലോടുത്ത് മാറ്റിട്ടെ ഇതൊക്കെ മോശമല്ലേ ബ്രോ ഇങ്ങനെ വരുന്നത് നമുക്ക് കണ്ടാലേ അറിയാലോ ബ്രോ ഇത് എങ്ങനത്തെ രീതിയിലാ വന്നിരിക്കണേന്ന് ബ്രോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ ഒന്നില്ലെങ്കിൽ കൂടെ ഉള്ളവനെ അടിച്ചോടിച്ച് അവൻ ഗ്യാങ്സിനകത്ത് കയറി എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് കാണിക്കണം ഇതൊക്കെ മോശമാണ് കേട്ടോ ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കില്ല നിങ്ങൾ വലിയ മറ്റേ IG സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല IED തരമാണ് കാണിച്ചത് മനസ്സിലായില്ലേ മേല ഇങ്ങനെ കാണിക്കില്ല IEDകളെ തൊട്ടിത്തരം കാണിക്കണതിന് ഒരു കുറവുമില്ല ആ പയ്യനെ ഇവന്മാരങ്ങ് കത്തിക്കട്ടോ ഞാൻ കത്തിക്ക ഗണ്ണൊക്കെ എടുത്ത് അടിക്കാൻ റെഡിയാക്കി ഇപ്പൊ വെടിക്കല്ലേ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഒന്ന് അതെ എന്തോ പങ്കുണ്ടാ വണ്ടിക്ക് എന്തൊരു കൊളീഷനാണ് എന്താ സാധനത്ത് ആ ഇനി കത്തിച്ചോ മക്കളെ ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കല്ലേ ഇത് മോശമാണ് ഇങ്ങനെ കാണിക്കണത് ഓക്കെ അതെ ഇത് ഭയങ്കര മോശമാണ് ഇതെന്താ ഇവന്മാര് കത്താത്ത നീ അത് നോക്കണം വേറൊരു കേസ് ഉണ്ട് ഞാനും സ്നൈപ്പും ഇവിടെ മറ്റേ പെട്രോൾ അടിച്ചോണ്ടിരിക്കുമ്പോ കറക്റ്റ് 4 വണ്ടി വരാണ് അതെനിക്ക് മനസ്സിലാവണില്ല ഇപ്പൊ കത്തി ഒന്ന് പോണേ ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിച്ച് ഇനി വരല്ലേ മോശമാണിത് വളരെ മോശമാണ് ഇവന്മാരും കത്തിയിട്ടില്ല എടാ വില്ലുവൻ ഒഴിച്ചടാ നാളെ ഒരു വാറെടുക്കും അപ്പോഴത്തേക്ക് എന്റെ ലോഡ വസണ്ണ ലോഡായില്ലേ കുഴപ്പമില്ല സീനില്ല ഇവന്മാരൊക്കെ ചത്ത് ഇവന്മാര് ചത്ത് നമ്മളെ പിള്ളേരുണ്ടോ മാറ്റിയവനെ കാണുന്നില്ലല്ലേ അടുത്തവനെടുക്കാം ഇതിപ്പോ ഇപ്പൊ ഉള്ള കത്തുകണന്മാരൊക്കെ കത്തി പോട്ടറാ ഇവന്മാരെന്താ കത്താത്ത ഇവന്മാരുടെ പോയി താഴത്തില്ല മറ്റേ സിറ്റുവേഷൻ മറ്റേത് അടിച്ചിട്ടുണ്ടോ ഗ്യാങ്ങോസി പോണത് ശരിയാണല്ലേ അത് അടിച്ചിട്ടുണ്ടോ അവൻ പോയി അവനൊക്കെ പൊന്തിട്ടാ അവന്മാരൊക്കെ ഗ്യാങ്ങോസി പൊന്തി ബുദ്ധിമാന്മാരാണ് ഉമ്മാര് മനസ്സിലായ സർക്കണ്ണ എന്ത് റീഡിയും പറഞ്ഞോ അവിടെ വന്ന് അവിടെ നിന്നിട്ട് ഒളിഞ്ഞിരിക്കുന്നു അടി പോലെ കൊണ്ടില്ലല്ലോ എനിക്ക് ഞാനും സ്നൈപ്പും ജസ്റ്റ് മിസ് ആയിരുന്നു ഉമ്മാരുടെ 4 വണ്ടി നമ്മളെ ഇട്ടിട്ട് പൊതിഞ്ഞ് അവിടെ ഇട്ടിട്ട്
കറക്റ്റ് ടൈമില് വന്നില്ലായിരുന്നെങ്കിൽ ചത്തേനെ. ഞാൻ അടിച്ചിട്ട് എടാ ബാക്കപ്പ് കൊള്ളായിരുന്നല്ലോ, കിടിലം ബാക്കപ്പ് അല്ലേ, ഇതിലും ബാക്കപ്പ് ആയിരുന്നു. കിടിലം ബാക്കപ്പ്, ഒന്നും പറയാനില്ല. ഇത് എടാ ഹോസ്റ്റേജ് പോയല്ലോ, ഇതെന്താ എല്ലാം പോയി സീനില്ലടാ. പോട്ടെ അവന്മാര് മറ്റേ ഇതിട്ടിട്ടുണ്ടോ, അവന്മാര് മറ്റേ ചത്തപ്പ വാർ സിറ്റുവേഷൻ ഇട്ടതുകൊണ്ടായിരിക്കും, മനസ്സിലായോ? ആ അത് വാർ സിറ്റുവേഷൻ ഇട്ടതുകൊണ്ടാണ്. സീനില്ല. ഇപ്പൊ ചാവുമ്പോ 2 ഓപ്ഷൻ ഉണ്ട്, നോർമലിനും മാറുന്നു. നമ്മള് റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടാ? കഴിഞ്ഞില്ലേ? ഇത് എന്റെ വണ്ടി കയറാ ഫ്ലഫി, നമ്മള് അത്രേ ഉള്ളു. വേണേ ഒരു 1-2 വണ്ടി എടുത്തോ കേട്ടോ വേണമെങ്കിൽ. അണ്ണ ഇവിടെ സാവേജ് ഈ വണ്ടി എടുക്കോടാ. സാവേജ് വണ്ടി കുത്തിയില്ലടാ, വണ്ടി കുത്തിയില്ല അങ്ങോട്ടോ. അവിടെ ഇല്ലറ കടിയാണ് അവന്മാർക്ക്. അണ്ണാ അമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ ലോക അമ്പി കാണണത്. അവര് ഇതൊക്കെ അണ്ണ എന്തൊക്കെ പറഞ്ഞെന്നറിയോ അണ്ണ? അവൻ മറ്റേ ഇൻഡയറക്ട്ലി ഒരു FRP വരെ അവൻ പറഞ്ഞു അവിടെ. അതായത് അവൻ AG നമ്മുടെ വണ്ടി എടുത്തിട്ട് ലിവറി മാറ്റിയിട്ട് അവർ ഓടിച്ചു കളിക്കുമെന്ന്, അവരുടെ ഗാങ് ഹൗസിൽ നിന്ന് ലിവറിയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുമെന്ന്. പറഞ്ഞ പയ്യൻ മറ്റവൻ തന്നെയല്ലേ? ആ അതാണ് അവൻ തന്നെയല്ലേ? ഇങ്ങനത്തെ ഈ വർത്താനം പറഞ്ഞിട്ടാണ് ഉമ്മാര് പറ്റാ നമ്മളെ അടിക്കാൻ വന്നത്. ഇങ്ങനെ പറഞ്ഞു തരുന്നെങ്കിൽ ഉമ്മാരെ അടിക്കേണ്ട കാര്യം എന്താണ്? അകർത്ത മറ്റേ ലിവറിലാണോ വന്നത്? അല്ലല്ല കൂടെ അവന്മാരും പിടിക്കാൻ വേണ്ടി പോലും. അതിന്റെ വണ്ടി എടുത്ത് കൊടുക്കടാ അവന്മാർക്ക്. വണ്ടി വേണോ ചോദിക്കാം. ഈ വണ്ടി ഒന്ന് എടുക്കാവോ? ഈ അമ്പി വണ്ടി ഒന്ന് എടുത്തിട്ട് പോകാൻ പറ. പുറത്തിടാൻ പറ. വരുന്നില്ലല്ലോ. അടി കൊണ്ടിട്ട് വലിയ പ്രശ്നം ഇല്ല വരും. എന്നെ കൊണ്ടോണേ. ഒരു നാണമാനില്ലാത്ത വെറുതെ വരുന്നു. ഹലോ ബ്രോ കേക്കാവോ? ഹലോ ബ്രോ കേക്കാമോ? ഹലോ ബ്രോ ഈ അമ്പി വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, ബ്രോന് വേണോ? അമ്പി വണ്ടി വേണ്ട ബ്രോന്? ബ്രോ ഇത് നമ്മളെ AGയുടെ കയ്യിൽ നിന്ന് എടുത്തതാ. അവന്മാര് മറ്റേ ലിവറി മാറ്റി കളിക്കുമായിരുന്നു ബ്രോ. അവന്മാര് കള്ളന്മാര് അമ്പികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ അമ്പികള്. അവന്മാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വന്നാ. ബ്രോന് വേണോ ഈ വണ്ടി? നിങ്ങളുടെ വണ്ടിയാ ബ്രോ? ആ ബ്രോ എടുത്തോ, എന്തായാലും എടുത്തോ, നല്ലതാ. എടുത്തോ കണ്ടി വണ്ടി നമ്മളെ സെറ്റ് പോവാ. നമുക്ക് ഇത്ര മതി. ഹാപ്പി. ആ ഇങ്ങനെയാണ് മിണ്ടാണ്ടിരുന്നത് ഈ ടീഷർട്ട് ഇട്ട പയ്യൻ. ഹലോ ബ്രോ കേക്കാവോ? എന്തേലും പേര്, അറ്റ്ലീസ്റ്റ് പേര് പറയുമ്പോ മറുപടിയെങ്കിലും തരാം കേട്ടോ. അറിയില്ലായിരുന്നല്ലേ? അപ്പൊ നേരെ അങ്ങോട്ട് ഗാങ് ഹൗസിലേക്ക് എന്താ കാര്യം പോലും ഇത് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് സംസാരിക്കുമ്പോ തിരിച്ച് റിപ്ലൈ തന്നാ മതിയായിരുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി ബ്രോ, മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല. നമ്മളെ ഏജിനെ അടിച്ചിട്ടുണ്ടേ. ശരി അപ്പൊ ബൈ. അണ്ണ എന്താ പറഞ്ഞു? അണ്ണന്മാര്